അതെ, ഇമ്മാതിരി ഒരു ചമ്മന്തി ഉണ്ടെങ്കിലേ ഒരു പറ ചോറിന, അല്ലെങ്കിൽ ഒരു പറ വേണ്ട 2 പ്ലേറ്റ് ചോറിന, നമുക്ക് വേറെ കറിയൊന്നും വേണ്ട. പിന്നെ വേറൊരു കാര്യം, ഈ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചുവന്നുള്ളി, അതൊന്നും തൊലി കളയണ്ട. ഇതേപോലത്തെ ഒരു വഴുതന മതി. അപ്പോൾ വഴുതന വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ചമ്മന്തി ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ 2 ടീസ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതുപോലെ വഴുതന മസാലയാക്കി വെക്കുക. എന്നിട്ട് ഒരു ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 10 വറ്റൽമുളകും 3 മുളക് നടുകെ കീറിയും കൂടെ നന്നായിട്ട് മൂപ്പിച്ച് മുരിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് അതേ ചട്ടിയിൽ തന്നെ നമ്മൾ നേരത്തെ മസാലയ്ക്ക് വെച്ച് വഴുതന ഫ്രൈ ചെയ്ത് കോരിയെടുക്കുക. എന്നിട്ട് ആ ചട്ടിയിൽ തന്നെ നമുക്ക് ഒരു സവാളന് വേണം. ആ സവാള വഴറ്റണയിൽ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുക. 5 അല്ലി വെളുത്തുള്ളിയും ഒരു 2 കറിവേപ്പിലയും കൂടി ഇട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. മൂപ്പിക്കൊന്നും വേണ്ട കേട്ടോ. ഈ സവാള അവിടെ ഇരുന്നിട്ട് നന്നായിട്ട് ചൂടാറിക്കോട്ടെ. ഇനി ചൂടോടെ മിക്സിയിലിട്ട് പൊട്ടിത്തെറിച്ച് ഇന്ന പറയണ്ട. എന്നിട്ട് നമുക്ക് പച്ചമുളക് ആദ്യം ചതച്ചെടുക്കുക. എന്നിട്ട് അതിന് ശേഷം വഴറ്റി വെച്ച സവാളും പിന്നെ ഇത് അത്രയും ഒരു പുളി എടുത്തിട്ടുണ്ട്, കുരു കളഞ്ഞിട്ട് അതും കൂടെ ചതച്ചെടുത്തതിന് ശേഷം പിന്നെ ഒരു പാത്രത്തിലിട്ട് വഴുതന മിക്സ് ആക്കിയിട്ട് വെളിച്ചെണ്ണ വെച്ച സംഭവം റെഡിയാണ്.